CJPയുമായി കേന്ദ്രമന്ത്രിമാർ നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. രണ്ടാവശ്യങ്ങൾ കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിച്ചെന്നും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കേന്ദ്രം നാളെ നിലപാട് അറിയിക്കുമെന്നും സമരക്കാർ വ്യക്തമാക്കി. ധർമ്മേന്ദ്ര പ്രധാൻ രാജി വച്ചില്ല എങ്കിൽ രാജ്യവ്യാപക സമരം നടത്തുമെന്നും CJP നേതാക്കൾ വ്യക്തമാക്കി. കൂടുതൽ വിശദാംശങ്ങളുമായി ജിഷ്ണു ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, ഏത് തരത്തിലുള്ളൊരു സമവായത്തിന് ഒടുവിൽ കേന്ദ്രം വഴങ്ങും? ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇല്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെയും കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത്. നാളെ തീരുമാനം, അതിനർത്ഥം നാളെ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുമെന്ന് തന്നെയാണോ? രാജേഷ്, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുമ്പോഴും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടിയും ഒപ്പം പ്രതിപക്ഷവും പ്രക്ഷോഭം തുടരുക തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്ന് കോക്രോച്ച് പാർട്ടി വക്താക്കളുമായി കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും ചർച്ച നടത്തിയിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിന് സമീപം VP ഹൗസിൽ വെച്ച് ഏകദേശം അരമണിക്കൂറോളം ചർച്ച നീണ്ടു. ഇതിനുശേഷം CJPയുടെ വക്താക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ചർച്ചയിൽ കോക്രോച്ച് ജനതാ പാർട്ടി മുൻപോട്ട് വെച്ച 3-ൽ 2 ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ച സർക്കാർ നിലപാട് നാളെ അറിയിക്കും. അതിനുശേഷമായിരിക്കും തുടർന്നുള്ള സമരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സമരത്തിന്റെ മുൻപോട്ടുള്ള രീതിയെക്കുറിച്ച് തീരുമാനിക്കുക എന്ന കാര്യമാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താക്കൾ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമുയർത്തി സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. ലോക്സഭയിൽ നിരവധി തവണ പാർലമെന്ററി കാര്യമന്ത്രിയും സ്പീക്കറും നീറ്റ് വിഷയത്തിൽ ചർച്ചയാകാമെന്ന് വ്യക്തമാക്കിയെങ്കിലും ആദ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കട്ടെ, എന്നിട്ട് മതി ചർച്ച എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷമുള്ളത്. അത്തരത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ വിശദീകരണവുമായി എത്തുകയും കടുത്ത നടപടി ചോദ്യപേപ്പർ ചോർച്ചയിൽ സ്വീകരിക്കാമെന്ന് വ്യക്തമാക്കിയെങ്കിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയും പ്രതിപക്ഷവും. രാജേഷ്, ജിഷ്ണു, മറ്റൊരു വിഷയം, ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ശിക്ഷ കൂട്ടാനുള്ള ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരമുണ്ടല്ലോ. 10 കോടി വരെ പിഴ ചുമത്താനും 10 വർഷം തടവിനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്? തിങ്കളാഴ്ച ലോക്സഭയിൽ ബില്ല് അവതരിപ്പിക്കുമല്ലോ. രാജേഷ്, ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട നിർണായകമായ കർശന തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വീഡിയോ സന്ദേശത്തിൽ പങ്കുവച്ചിരുന്നു. ഇന്നിപ്പോൾ 1 മണിയോടുകൂടിയായിരുന്നു ഈ പാർലമെന്റിൽ വെച്ച് തന്നെ ഇത്തരത്തിലൊരു മന്ത്രിസഭാ യോഗം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നത്. ഇതിൽ ഈ പരീക്ഷാ നടത്തിപ്പ് നിയമ ഭേദഗതി കൊണ്ടുവരാനും അതിന്റെ കരട് ബില്ലിന് ഇപ്പോൾ മന്ത്രിസഭ അംഗീകാരം ചെയ്തിട്ടുമുണ്ട്. അതിൽ ഈ പരീക്ഷാ ക്രമക്കേടുകളിൽ നടത്തി അതിന്റെ കുറ്റം തെളിയുകയാണെങ്കിൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്, വ്യവസ്ഥകളാണ് ഭേദഗതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ നേരത്തെ 2024-ലും നീറ്റ് പരീക്ഷയിൽ ഇത്തരത്തിലുള്ള ക്രമക്കേട് വന്നിരുന്നു. ഇപ്പോൾ 2026-ൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾക്ക് കൂടി രാജ്യം സാക്ഷ്യം വഹിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ നിയമ നടപടി കടുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് ബില്ലിന് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഈ പരീക്ഷാ ക്രമക്കേടിൽ പ്രതികളെന്ന് കുറ്റക്കാരെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ 10 കോടി വരെ പിഴ ചുമത്താനും 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നതുമാണ് ആ ബില്ലിലെ വ്യവസ്ഥ. ഒപ്പം ഈ അതിവേഗത്തിൽ ഇതിന്റെ വിചാരണ പൂർത്തിയാക്കാനും ഇത്തരം കേസുകളുടെ വിചാരണ അതിവേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനും ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അടുത്തയാഴ്ച ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം.